പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കൊയിലാണ്ടി വിഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലയാളം സർവകലാശാല ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് KT ജലീലിനെതിരെ വീണ്ടും ഫിറോസ്. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നടന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ ബന്ധപ്പെട്ടവർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മടിക്കുന്നതെന്ന് TK ഫിറോസ്. അതിനിടെ മലയാള സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ ജലീൽ നിഷേധിച്ചാൽ രേഖകൾ പുറത്തുവിടുമെന്ന് TK ഫിറോസ് വ്യക്തമാക്കി. അർജന്റീനക്കെതിരെ ഫുട്ബോൾ ആരാധകർ രംഗത്ത്. UN-ൽ സ്വതന്ത്ര ഫലസ്തീനെതിരെ വോട്ട് ചെയ്ത 10 രാജ്യങ്ങളിലൊന്ന് അർജന്റീനയായിരിക്കെ അർജന്റീന വംശഹത്യക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നതാണ് ഫുട്ബോൾ പ്രേമികളെ ചൊടിപ്പിച്ചത്. അതിനിടെ കായിക വേദികളിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലാബ് വീതം ഗസക്ക് നൽകുമെന്ന നോർവേയുടെ പ്രഖ്യാപനം ഇതിൻ്റെ ഒരു സൂചനയായിട്ട് വിലയിരുത്തപ്പെടുന്നു. മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തത് UDF-ൻ്റെ ഭരണകാലത്താണെന്ന KT ജലീലിൻ്റെ വാദം തള്ളി മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ്. ഞാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ സർവകലാശാലയ്ക്ക് സ്ഥലം ഏറ്റെടുത്തെന്നും അതിനായി 2016 ഫെബ്രുവരിയിൽ കലക്ടർ വിളിച്ചു ചേർത്ത വിലനിർണ്ണയ യോഗത്തിൽ ഞാൻ പങ്കെടുത്ത് എന്നുമാണ് KT ജലീൽ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അതേ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി വില നിർണ്ണയിക്കാൻ 2017 അന്നത്തെ കലക്ടറായ അമിത് മീണ 2017 ജൂൺ 6 വിളിച്ചു ചേർത്ത ഭൂവുടമകളുടെ യോഗത്തിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇത് പച്ച മലയാളത്തിൽ തന്നെ ഇതിൻ്റെ അടിയിൽ എഴുതി വച്ചിട്ടുണ്ടെന്ന് അബ്ദുറബ്ബ് വ്യക്തമാക്കി. 2017 ജൂണിൽ പോലും സ്ഥലമെടുപ്പ് നടന്നിട്ടില്ലാത്ത മലയാളം സർവകലാശാലക്കാണ് ഞാൻ മന്ത്രിയായ സമയത്ത് സ്ഥലം ഏറ്റെടുത്തു എന്ന് ജലീൽ പറഞ്ഞത്. സ്വന്തം നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പച്ചക്കള്ളം പറയുകയാണ് KT ജലീലെന്ന് PK അബ്ദുറബ്ബ് പറഞ്ഞു. ഈ മിനിറ്റ്സിൽ പറയുന്ന ഭൂവുടമകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഞാൻ ഏതായാലും പോകുന്നില്ല. ആളുകളെ പറ്റി അന്വേഷിക്കാൻ ദുബായിൽ വരെ പോയി പരിചയമുള്ള ജലീൽ തന്നെയാണ് അതിന് നല്ലത്. തവനൂരിൽ നിന്നും കോഴിക്കോട് പോകും വഴി തിരൂരിലും താനൂരിലും ഒന്നിറങ്ങി ഇവർക്കൊക്കെ എന്താണ് പണി എന്ന് ചോദിക്കാൻ KT ജലീലിന് ധൈര്യമുണ്ടോ എന്ന് അബ്ദുറബ്ബ് ചോദിച്ചു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബിനെതിരെ KT ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയത്.